السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ മില്ലത്തിൽപ്പെട്ട ഭാവി തലമുറയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു കൊടുത്ത ഒരു മഹാ ഔദാര്യം ഈ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓർക്കുകയാണ്. സച്ചരിതനും അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയുള്ള ഒരടിമയുടെ അങ്ങേയറ്റത്തെ വികാരവായ്പോടെയുള്ള സ്തുതി കീർത്തനങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ അദ്ദേഹം സ്തുതിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ വയസ്സുകാലത്ത് ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും എനിക്ക് സമ്മാനിച്ച അള്ളാഹുവിനെ സ്തുതി. നിശ്ചയം എൻ്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. വാർദ്ധക്യകാലത്ത് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് വലിയൊരനുഭവം തന്നെയാണ്. സന്താനങ്ങൾ ഒരു വ്യക്തിയുടെ വളർച്ചയുടെയും വികാസമാണ്. വികാസം മനുഷ്യപ്രകൃതിയുടെ ഒരാവശ്യമായിരിക്കെ വാർദ്ധക്യത്തോടടുത്ത എത്തിയ ഒരു വ്യക്തി തനിക്ക് കുട്ടികളുണ്ടായി തീരുക എന്നത് എന്ത് മഹാ അനുഗ്രഹമാണ്. അക്കാരണത്താലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, അവൻ്റെ കാരുണ്യത്തെ കാംക്ഷിക്കുന്നത്. നിശ്ചയമായും എൻ്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. തുടർന്ന് നിത്യവും തന്നെ അള്ളാഹുവോട് കൂറുകാട്ടുന്ന ഒരുവനാക്കി മാറ്റാനുള്ള പ്രാർത്ഥനയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്നത്. ഇവിടെ സന്താനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് നല്ലവരായ സന്താനങ്ങളെ ആ മാതാപിതാക്കളുടെ കൂടെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.